പേരുകളിനോട് യോജിപ്പുള്ള പടങ്ങളിൽ മാത്രമാണ് ജയേന്ദ്രേട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ കുബേരൻ ശരിക്കും പറഞ്ഞൊരു അങ്ങനെ തന്നെയുള്ള ഒരു സ്റ്റൈലിൽ തന്നെ പുള്ളി നിൽക്കുന്നത്. കുബേരനിൽ നമ്മൾ ഊട്ടിയിലായിരുന്നു. ഊട്ടിയിലുണ്ടായ ഒരുപാട് ഹ്യൂമർ കഥകൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറെ ചിരിക്കാനുള്ള സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഒരു സീൻ, ഞാൻ കോഴിനെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, കോഴി ഡ്രസ്സ് ചെയ്യണമെന്ന് ചോദിച്ചു. കോഴിനെ ഡ്രസ്സ് ചെയ്യണമെന്ന്. കോഴിനെ ഡ്രസ്സ് ചെയ്യണോ? വേണ്ട, ഇവിടെ തൊട്ടടുത്തുണ്ട്, ഒരു ജെട്ടി ഇടിച്ചാൽ മതി, അത്ര ഇടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് സാധാരണ യൂഷ്വലായിട്ട് പറഞ്ഞാണ് കോഴിക്ക് ഡ്രസ്സ് ചെയ്യണോ, ഡ്രസ്സ് ചെയ്യണ്ട, ജെട്ടി ഇടിച്ചാൽ മതി. അത് നമ്മൾ സാധാരണ പറയുന്ന വാക്കുകൾ. അത് കൂടാതെ കണ്ടാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദിലീപിനെ അന്വേഷിച്ച് ഞാൻ ചെന്നിട്ട് ഈ ദിലീപ് വിമ്മ് ചായയില് നമ്മൾ തന്നെ കലക്കി കൊടുക്കണം. അത് നേരെ തിരിച്ച് സംയുക്ത വർമ്മ തിരിച്ച് ഞങ്ങൾക്ക് വിമ്മ് കലക്കാറുണ്ട്. ആ വിമ്മ് കലക്കിയിട്ട് ഒരു മനുഷ്യൻ വിമ്മ് ഇഷ്ടപ്പെടുന്ന എപ്പോഴാന്ന് അറിയാമോ? മനുഷ്യൻ വിമ്മ് ഇഷ്ടപ്പെടുന്ന എപ്പോഴാ? വയറ് വിമ്മ് ഇഷ്ടപ്പെടുന്ന എപ്പോഴാ? ഒരു പെണ്ണ് വിമ്മ് ഇഷ്ടപ്പെടുന്ന എപ്പോഴാ? ഏറ്റവും കൂടുതൽ വിമ്മ് ഇഷ്ടപ്പെടുന്ന സമയം എപ്പോഴാ? ഒരു സ്ത്രീക്ക് എന്തൊക്കെ അസുഖങ്ങൾ പലതും ഉണ്ടാവില്ല, അതിൽ ഏറ്റവും കൂടുതൽ വിമ്മ് ഇഷ്ടപ്പെടുന്ന സമയം എപ്പോഴാ? പെണ്ണ് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അപ്പോഴല്ല, പാത്രം കഴിയുമ്പോഴാണ് ഒരു പെണ്ണ് വിമ്മ് ഇഷ്ടപ്പെടാം. വയറിളക്കുന്നല്ല പറഞ്ഞു, ഉടനെ എടുത്ത് തന്നെ പറഞ്ഞു. അതെന്നെ പറഞ്ഞു, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ വിമ്മ് ഇഷ്ടപ്പെടുന്ന സമയം പാത്രം കഴിയുമ്പോൾ. പക്ഷേ ഇതിനകത്ത് ഈ സംയുക്ത വർമ്മ ചെയ്തെന്ന പരിപാടി നേരത്തെ പറഞ്ഞൊരു അനുഭവം, വല്ലാത്തൊരു അനുഭവം. ഞാനൊരു മതിൽ ചാടി ഒരു പോക്ക് പോണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനായാലും നിങ്ങളായാലും ഇങ്ങനെ വന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കൂ. എന്തായാലും ഞാൻ പറഞ്ഞ് പരിസരം നാറ്റിക്കണില്ല, ഞങ്ങളത് നേരിട്ട് അനുഭവിച്ചു ലൊക്കേഷനിൽ വെച്ചിട്ട്. പിന്നെ അതുകൂടാണ്ട് ചേട്ടനായിട്ട് വർക്ക് ചെയ്ത പടമാണ് ഇരുവട്ടം മണവാട്ടി. കാവ്യമാധവൻ, ഗോപൻ കുഞ്ചാക്കോ, ഇന്ദ്രൻ സനൻ, ദിലീപുണ്ടോ? ഇരുവട്ടൻ അല്ല, നമ്മൾ ഇരുവട്ടം മണവാട്ടി. ബോബൻ കുഞ്ചാക്കോ, കാവ്യമാധവൻ, ഹരിശ്രാശവൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടായിരുന്നു. എനിക്ക് ഒരു അമ്മ അഭിനയിച്ചില്ലേ, എന്റെ അമ്മയായിട്ട് അഭിനയിച്ചു. പേര് പറഞ്ഞു, നാടകത്തിലേക്ക് നല്ല ആക്ട്രസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സീൻ തന്നെ അടിപൊളിയായിട്ട് വന്നു. തീർച്ചയായിട്ടും ഒരു സ്തൂപത്തിന്റെ ഇവിടെ ഈ അമ്മയും അമ്മ പറയേണ്ടത് ഇന്നമാതിരി ചെയ്യണം, അങ്ങനെ ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനത്തെ അമ്മമാര് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. ചേട്ടനമ്മ എന്ത് ചെയ്യണം? എൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോ 9 വർഷം. സോറി, എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ അച്ഛനും മരിച്ചു. അച്ഛൻ ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ചിലർക്ക് മക്കളായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടാവും ഇല്ലേ? അമ്മ എന്ന് പറയുമ്പോൾ തന്നെ ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞെന്നുള്ളതാണ്. അപ്പം അമ്മ എത്രയും ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇതില് എൻ്റെ ഈ അമ്മ എനിക്ക് പറഞ്ഞു തരുന്നൊരു ഉശരുണ്ട്. അങ്ങനെ ഒരു അമ്മ നമ്മുടെ വീട്ടിൽ ഉണ്ടായെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ഒരു സീനാണ് ഇരുവട്ടം മണവാട്ടിൽ ആ സീൻ.